ഈ ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തോടെ ഇന്ത്യൻ സീനിയർ ടീമിന്റെ പരിശീലകനായി ഗൗതം ഗംഭീർ അരങ്ങേറ്റം കുറിക്കുകയാണ്. T20 മത്സരങ്ങളാണ് പരമ്പരയിൽ ആദ്യം നടക്കുക. T20 പരമ്പരയ്ക്കുള്ള മുന്നൊരുക്കത്തിലാണ് നിലവിൽ ടീം ഇന്ത്യ. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ഒട്ടേറെ മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ കളിക്കാനൊരുങ്ങുന്നത്. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ T20 ഏകദിന ടീമുകളിൽ ഇടം പിടിച്ച താരമാണ് രാജസ്ഥാൻ റോയൽസിന്റെ റിയാൻ പരാഗ്. ബോളെറിയാൻ മികവുള്ള ബാറ്റർ എന്നതാണ് പരാഗിന് ഗൗതം ഗംഭീറിന്റെ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടിക്കൊടുത്തത് എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ പരാഗിനെയല്ല, മറിച്ച് മറ്റൊരു താരത്തെയാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്കായി പരിഗണിച്ചതെന്നും എന്നാൽ ഈ താരം സെലക്ഷന് ലഭ്യമല്ലാതിരുന്നതിനാലാണ് പരാഗിന് ടീമിലേക്ക് പച്ചക്കൊടി ലഭിച്ചത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ടീമിലേക്ക് മുംബൈ ഇന്ത്യൻസിന്റെ യുവ ഓൾറൗണ്ടറായ തിലക് വർമ്മയെ കൊണ്ടുവരാനായിരുന്നു ടീം മാനേജ്മെന്റ് താല്പര്യപ്പെട്ടിരുന്നത്. എന്നാൽ IPLനിടെ പരിക്കേറ്റ തിലക് വർമ്മ സെലക്ഷന് ലഭ്യമല്ലായിരുന്നു. ഇതോടെ തിലകിൽ നിന്ന് മാറി ചിന്തിക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് പരാഗിന് ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ 2 ടീമിലേക്കും നറുക്കുവീണത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളെന്ന് വിശേഷിക്കപ്പെടുന്ന കളിക്കാരനാണ് തിലക് വർമ്മ. ഗൗതം ഗംഭീറിന്റെ ഇന്ത്യൻ ടീം പദ്ധതികളിൽ താരത്തിന് നിർണായക ഇടമുണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്ത്യക്കായി ഇതിനകം 4 ഏകദിനങ്ങളും 16 T20 മത്സരങ്ങളും തിലക് വർമ്മ കളിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ 22.66 ബാറ്റിംഗ് ശരാശരിയിൽ 68 റൺസും T20യിൽ 33.6 ബാറ്റിംഗ് ശരാശരിയിൽ 336 റൺസുമാണ് തിലക് വർമ്മ നേടിയിട്ടുള്ളത്. IPLൽ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് തിലക് വർമ്മ. 38 കളികളിൽ 39.86 ബാറ്റിംഗ് ശരാശരിയിൽ 1156 റൺസാണ് താരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത്. തിലക് വർമ്മയുടെ അഭാവമാണ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ഏകദിന T20 ടീമുകളിൽ പരാഗിന് സ്ഥാനം നേടിക്കൊടുത്തതെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും അദ്ദേഹത്തിനും പരിശീലകൻ ഗംഭീറിന്റെ ടീം പദ്ധതികളിൽ സുപ്രധാന സ്ഥാനം ലഭിക്കുമെന്നാണ് സൂചന. താരത്തിന്റെ പ്രതിഭയിലും ആറ്റിറ്റ്യൂഡിലും സെലക്ടർമാർ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ സിംബാബ്വെ പര്യടനത്തിൽ ടീമിലുണ്ടായിരുന്ന പരാഗിന് പക്ഷേ 3 കളികളിൽ നിന്ന് 24 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായ അദ്ദേഹം 2024 സീസണിൽ സ്വപ്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 15 കളികളിൽ 52.09 ബാറ്റിംഗ് ശരാശരിയിൽ 573 റൺസ് നേടി ടീമിന്റെ പ്ലേ ഓഫ് പ്രവേശനത്തിലും പരാഗ് സുപ്രധാന പങ്കുവഹിച്ചിരുന്നു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, ശിവം ദൂബെ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, അർഷ്ദീപ് സിംഗ്, ഖലീൽ അഹമ്മദ്, മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ T20 ടീം.